ഇവിടെ നിന്ന് നേരെ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റണം. അടിച്ച് ഗോൾ അടിക്കുന്നവർക്ക് ഈ ബോൾ എടുത്ത് കൊണ്ടുപോകാം. നിങ്ങൾ അടിക്കുന്ന ഗോൾ തന്നെ കൊണ്ടുപോകാം. ഷോട്ട് തന്നെ ഗോൾ പോസ്റ്റിനകത്തേക്ക്. അപ്പോൾ ആദ്യം കിക്ക് എടുത്ത ജിനീഷ്, ഗുരുവായൂരിൽ നിന്ന് ജിനീഷ് നമ്മുടെ ബോളും കൊണ്ട് തന്നെ പോവുകയാണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇത് ചേട്ടനുള്ള ബോളാണ്. ജയശേ, അതിഗംഭീരമായിട്ടുള്ള തുടക്കമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഫസ്റ്റ് കിക്ക് തന്നെ ഗോളാക്കി മാറ്റിക്കൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഫസ്റ്റ് പന്ത് സ്വന്തമാക്കിയിരിക്കുന്നു. അതെ അതെ. എവിടുന്നാ വരുന്നത്? മലപ്പുറം. ജയേഷ്, ഒരു പ്രശ്നമില്ലാതെ ആ കിക്കിന് തന്നെ നമ്മൾ അഭിനന്ദനം അർഹിക്കുന്നു. അഭിനന്ദിച്ച് വിടേണ്ടതാണ്. സാറിന്റെ പേര്? പ്രവീൺ. ഇവിടെ തന്നെയാണ് സ്ഥലം. കാണാറുണ്ട്. ഏതാ ഫേവറേറ്റ് ടീം? ജർമ്മനി. ജർമ്മനിയിൽ ആരാ ഫേവറേറ്റ് പ്ലെയർ? ഇപ്പോൾ നമ്മുടെ ഇയാളെ ഹാവർട്സ്. അപ്പോൾ സാറ് നന്നായി ഫുട്ബോൾ ഫോളോ ചെയ്യുന്ന ഒരു ആൾ തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമുക്ക് തുടങ്ങാൻ തോന്നുന്നു അല്ലേ? അടിപൊളി അടിപൊളി. ഞങ്ങൾ ആദ്യം പറയായിരുന്നു ഇത് വാക്വേ ആണ്, ആൾക്കാർക്ക് തടസ്സം ഉണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞ ദൗത്യം അദ്ദേഹത്തിന് ചുമതല നിർവഹിച്ച ആളാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തന്നെ ഒരു ഗോൾ അടിച്ച് നന്നായിരിക്കും. വേൾഡ് കപ്പ് ഒക്കെ എല്ലാവരും കാണണം. ഈ ഗെയിം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു ഉത്സവം പോലെയാണ്, മലയാളികൾക്ക് പ്രത്യേകിച്ചും. അർജന്റീനയുടെയും ബ്രസീലിന്റെയും പോർച്ചുഗലിന്റെയും ഒക്കെ ആരാധകർ ഒരുപാട് പേരുണ്ട്. സ്പെയിനിന്റെ ഒക്കെ. ഞാനൊരു പേഴ്സണൽ ജർമ്മനി ആരാധകനാണ്. ജർമ്മനി അല്ലാതെ വേറെ ഏത് ടീം അടിക്കാൻ? ജർമ്മനി അല്ലെന്നുണ്ടെങ്കിൽ അർജന്റീന കപ്പെടുക്കണം. ലയണൽ മെസ്സിയോട് വലിയ ആരാധന. അപ്പോൾ സന്തോഷം. പ്ലെയർ എന്ന നിലയിലാണ്, ടീം എന്ന നിലയിൽ എനിക്ക് ജർമ്മനിയാണ്. ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. ആരാധകരെ സംബന്ധിച്ച് മത്സരത്തിന് കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ആരാധകർ പെരുമാറേണ്ടത്? ആരാധകർ വളരെ ഡിസിപ്ലിനായിട്ട് പെരുമാറണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൽ പങ്കെടുക്കുന്നില്ലല്ലോ, മറ്റേതെങ്കിലും ഒരു രാജ്യത്തിന് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിൽ താല്പര്യമില്ല. എല്ലാവരും കളിയായിട്ട് കാണാം, സ്പോർട്സ് ആയിട്ട് തന്നെ കാണാം. അതിൻ്റെതായിട്ടുള്ള രീതി. അതെ അതെ, തീർച്ചയായിട്ടും. സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി സ്പോർട്സിനെ കാണും.